എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടക്കിൾ ഫ്രെയിമുകളും ഒഫ്താൽമെറ്റ് ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു. കാഴ്ചയുടെ പൊരുളറിഞ്ഞ പാരമ്പര്യം. കുന്നക്കൽ ഓപ്റ്റിക്കൽസ്, എരമല്ലൂർ. സിൽവസ്റ്റർ കപ്പ് 2024 ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. കൊച്ചി രൂപത KCYM കോസ്പാക് HRD സംയുക്തമായി സംഘടിപ്പിച്ച സിൽവസ്റ്റർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ചുള്ളിക്കൽ ടിപ് ടോപ്പ് അസീസ് ടർഫിൽ സമാപിച്ചു. ലഹരിക്കെതിരെ ഫുട്ബോൾ എന്ന ആശയത്തോടെ നടത്തിയ ടൂർണമെന്റിന്റെ സമ്മാനദാന ചടങ്ങിന്റെ ഉദ്ഘാടനം കൊച്ചി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞർ ഷേജു പരിയാത്തുശ്ശേരി നിർവഹിച്ചു. ആവേശകരമായ മത്സരത്തിൽ സെന്റ് ജോസഫ് ബത്ലഹേം ചർച്ച് ചുള്ളിക്കൽ ടീം പോപ്പ് സിൽവസ്റ്റർ കപ്പിന് അർഹരായി. രണ്ടാം സമ്മാനമായ 5000 രൂപയും ബിഷപ്പ് ജോസഫ് കുരിത്തറ മെമ്മോറിയൽ ട്രോഫിയും സെന്റ് ജോസഫ് ചർച്ച് ചെറിയ കടവ് ടീം കരസ്ഥമാക്കി. മൂന്നാം സമ്മാനമായ 3000 രൂപയ്ക്കും ബിഷപ്പ് അലക്സാണ്ടർ എടയത്ത് മെമ്മോറിയൽ ട്രോഫിക്കും സെന്റ് ജോസഫ് ചർച്ച് കുമ്പളം ടീം അർഹരായി. KCYM കൊച്ചി രൂപത ഡയറക്ടർ ഫാദർ മെൽറ്റസ് കൊലശ്ശേരി, ഫാദർ ജോഷി അലശ്ശേരി, കാസി പൂമന, ജെയ്ജിൻ ജോയി, യേശുദാസ് ബിബിൻ, അന്ന സിൽഫ, ആന്റണി നിതീഷ്, ജിഷി ജോസഫ്, ലോറൻസ് ജിത്തു എന്നിവർ സംസാരിച്ചു. ഏറ്റവും സന്തോഷത്തോടെ കൊച്ചിയുടെ പൈതൃകം, കേരള കാൽപന്ത് കളിയുടെ തറവാട്ട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൊച്ചിയുടെ പൈതൃകമായ ഫുട്ബോളിനെ ഒരിക്കൽ കൂടി നമ്മുടെ ക്രിസ്മസ് പുതുവത്സര ദിനങ്ങളിൽ സജീവമാക്കാനാണ് ഈ ടൂർണമെന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനിവിടെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുകയും എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുകയും KCYM-നോടും കോസ്പാക്കിനോടും HRD-യോടും രൂപതയുടെ നിയന്ത്രണത്തിലുള്ള ഈ സംഘടനകളോട് സ്നേഹപൂർവ്വം സഹകരിച്ചുകൊണ്ട് എല്ലാം ഒരുക്കുകയും ചെയ്യുന്ന ബാസ്റ്റിനോട്, ഡിവിഷൻ കൌൺസിലർ ബാസ്റ്റിനോട് ഞങ്ങൾ സ്നേഹപൂർവ്വം നന്ദിയും അദ്ദേഹം ചെയ്തു വരുന്ന കർമ്മങ്ങൾ തുടരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കായികമായിട്ട് ക്ഷമതയുള്ള ഒരു സമൂഹമാണ് ബാക്കി എല്ലാ കാര്യങ്ങളിലും സമാധാനത്തോടും സന്തോഷത്തോടും മുന്നോട്ട് നീങ്ങുന്നതെന്നുള്ള ഒരു കാര്യം നമ്മൾ ബീറ്റ് ഇറങ്ങുന്നുണ്ട്. ഈ ലഹരിയുടെ ഇതുമായിട്ട് അനവധി ക്ലാസുകൾ സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ലഹരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രാജ്യത്ത് വൈറസ് കൊണ്ടുവന്ന് വിടുന്നതിനെക്കാട്ടിയും പെട്ടെന്ന് രാജ്യത്ത് നശിപ്പിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ലഹരി എന്ന് പറയുന്നത്. യുവജനങ്ങള് ലഹരി കയറ്റി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രാജ്യം നശിഞ്ഞു എന്ന് തന്നെ എന്റെ പറയാം. അപ്പൊ വൈറസും കാര്യങ്ങളൊന്നും വേണ്ട. അതുപോലെ തന്നെ ഈ ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.